ചേച്ചി ഞാൻ തന്നെ ചെയ്യാം. നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതാണ് എങ്കിലും സാറ് ഇത്രയധികം ഉദയംപേരൂരിലെ ജനതയ്ക്കും എല്ലാവർക്കും വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത സാറാണ്. പക്ഷെ സാറിൻ്റെ ഒരു ഇങ്ങനെയൊരു അനുസ്മരണം നമുക്കിന്നിവിടെ കൂടാം. ആദ്യമായി ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം. പ്രാർത്ഥന ചൊല്ലി അഞ്ജലിയെ ക്ഷണിക്കും. സ്വാഗതമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് അറിയാം സാറ് 2009 ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. സാറും മാഡം കൂടെ ഒരുപാട് എഫേർട്ട് എടുത്ത് കൃഷ്ണയ്യ സാറിൻ്റെയും കൂടെ ഇനീഷ്യേറ്റീവിൽ മുൻനിർത്തി കൃഷ്ണയ്യ സാറിൻ്റെ വൈഫിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ശാരദ കൃഷ്ണയ്യ സദ്ഗമയ സെൻറ്റർ ഫോർ വിമൻസ് എംപവർമെൻറ്റ് എന്ന പേരിൽ നമ്മൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. ഇവിടെ പലരും അറിയാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. അന്നത്തെ അറിയാം സാർ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും ഈവൻ ഇനോഗ്രേഷൻ ആരെങ്കിലും വിളിക്കുവാണെങ്കിലും അങ്ങേയറ്റത്ത് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ കൊണ്ടുവന്ന് ചെയ്യുക എന്നുള്ളത്, അതിനു വേണ്ടിയും എഫേർട്ട് എടുക്കുക, എല്ലാവരെയും കൊണ്ടും എഫേർട്ട് എടുപ്പിക്കുക, അങ്ങനത്തെ ഒരാളായിരുന്നു സാറ്. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന പ്രതിഭ പാട്ടീലിനെ കൊണ്ടാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. ദെൻ അതിനുശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെൻറ്റർ, ദെൻ ലൈബ്രറി, അതിനുശേഷം 2 ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, വലിയോളത്തുണ്ട് ഞങ്ങൾക്ക് ഒരു ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ PSC കോച്ചിങ്, യോഗ, അങ്ങനെ എല്ലാ വർഷവും ഓരോരോ ആക്ടിവിറ്റികൾ, പുതിയ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് സാറ് തുടക്കം കുറിച്ചു. പിന്നെ അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചു പോകുന്നുണ്ട്. പിന്നെ സാറിൻ്റെ ഒരു ഇത് നമ്മൾ ഒരു അനുസ്മരണം കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അന്നത്തെ ഇതിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എല്ലാവരുടെ ഓർമ്മയിൽ നിൽക്കുന്നത് സാറിൻ്റെ ചിരി. അതിപ്പോഴും നമുക്ക് ഏത് ഫോട്ടോയിലാണെങ്കിലും ഇതിലാണെങ്കിലും നമുക്ക് കാണാം. ആരുടെയും മനസ്സിൽ നിന്ന് മറയാത്ത ഒരു ചിരിക്ക് ഉടമയാണ് സാർ. പിന്നെ എല്ലാവരോടുമുള്ള പെരുമാറ്റം, കൊച്ചുകുട്ടികളാണെങ്കിൽ അവരുടെ രീതിയിൽ, വലിയവരാണെങ്കിൽ അതേമാതിരി, പ്രായമായവരാണെങ്കിൽ അതേമാതിരി, അങ്ങനെ പ്രവർത്തിച്ച് എല്ലാവരേക്കും ഇൻസ്പിറേഷനും എൻകറേജ്മെൻറ്റും തരുന്ന ഒരാളായിരുന്നു. അങ്ങനെ തന്ന് ഞങ്ങൾക്ക് തന്നെ ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടും ഞങ്ങളുടെ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരുപാട് എൻകറേജ്മെൻറ്റ് കിട്ടി. ഞങ്ങളെല്ലാം പേഴ്സണലി ആണെങ്കിൽ എല്ലാവരും ഒരുപാട് കഴിവുകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. എന്തിനു വേണമെങ്കിലും, എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അത് സാറിൽ നിന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ പിന്നെയും ഇങ്ങനൊരു ഇതില്ല, തിരിച്ചു വന്നിട്ടും ഫോണിൽ കൂടെ ആണെങ്കിലും സംസാരിക്കുമ്പോഴും അല്ല, അങ്ങനെയുള്ള നല്ല ആക്റ്റീവായിരിക്കുമ്പോൾ കൂടെ സാറ് പറഞ്ഞു അടുത്തത് ഓരോന്ന് ചെയ്യാനും ഒരുപാട് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതാണ് ഒരു മൊബൈൽ ലൈബ്രറി സാറിൻ്റെ അടുത്തൊരു വിഷയമായിരുന്നു. പക്ഷെ എന്തായാലും ഇത്രയും നാളും സാറ് നല്ല ആരോഗ്യത്തോടെ ഇരുന്നു. ഇപ്പോഴും നമ്മുടെ ആക്ടിവിറ്റികളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു തന്നെയാണ് സാറ് പോയിരിക്കുന്നത്. എങ്കിലും ആരുടെ മനസ്സിൽ നിന്നും എന്നും സാറ് പോവില്ല എന്നുള്ളത് അറിയാം. പിന്നെ അതിനെല്ലാം സപ്പോർട്ടായിട്ടും എല്ലാം നിന്നത് കൽപ്പന മാഡമാണ്. കൽപ്പന മാഡം പിന്നെ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, ഹെൽത്ത് വൈസ് ആണെങ്കിലും അതും എല്ലാവരും നോട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് മാഡം ചെയ്തു കൊടുക്കുന്നത്. ഇവൻ
ഇപ്പം ഒരു ഗ്ലാസ് വെറുതെ ചൂടുവെള്ളം കൊടുക്കുവാണെങ്കിലും അതിനും ഒരു ടൈമുണ്ട്. അതും പഞ്ച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതും കൂടെ അങ്ങനെ കീപ്പ് ചെയ്താണ് സാറിന് കൊണ്ടുവന്നിരുന്നത്. അതും സാറിൻ്റെ ഹെൽത്തിനൊരു അതിൻ്റെ ഒരു ഭാഗമാണ്. എങ്കിലും അറിയാം ഇപ്പം ഇവിടെ കൂടിയിരിപ്പാലും പിന്നെ ഇവിടെ എത്രയോ കുട്ടികൾ ഇന്ന് എല്ലാവരും ചെറിയ ക്ലാസ്സിൽ ഞാൻ വിളിച്ചിരുന്നു അവരെയൊക്കെ സാറ് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് ചിരിപ്പിക്കുന്നത്. ഇവിടെ ഒരു ചിരി ക്ലബ്ബ് സാറ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുട്ടികളുണ്ട്, ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ആ കുട്ടികളൊക്കെ ഇപ്പൊ ജോലിക്കാരായി. ഒരുപാട് പേര് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും വരാനുള്ളവര് ചിലർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷെ പലർക്കും വർക്കിംഗ് ഡേ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കുറെ പേര് ഇല്ലാത്തത്. അങ്ങനെ ഏത് ഫീൽഡിലായാലും പിന്നെ വയോജനങ്ങൾ നമ്മള് ഇതിന്റെ വയോജന ദിനത്തില് നമ്മൾ ചെറിയ ഹെൽപ്പുകൾ കൊടുക്കാറുണ്ട്. അവരും എല്ലാവരും ഇപ്പൊ വന്നു കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി അത് കൂടിയതാണെങ്കിലും എല്ലാവരും എല്ലാ ഫീൽഡിൽ നിന്ന് എല്ലാവരും റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ലൈബ്രറിയിൽ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടും എല്ലാം കുറച്ച് ആൾക്കാരെ നമുക്ക് ഇവിടെ കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. വലിയ ഫംഗ്ഷൻ വേറെ ഇതിൽ വയ്ക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് സാറിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണിത്. ലൈബ്രറി എന്നുള്ളത് സാറിന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് ആദ്യകാലങ്ങളിൽ അറിയാം. ഒറ്റയ്ക്ക് തന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് ബുക്ക് പോയി സെലക്ട് ചെയ്യുക, ഇഷ്ടമാതിരി ഒറ്റയ്ക്ക് പണിയെടുക്കുക എന്ന് പറഞ്ഞ പോലെ അതുപോലെ സാറ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത് സാറിന്റെ ഒരു അനുസ്മരണം ഇവിടെ തന്നെ വെച്ച് നടത്താമെന്നുള്ളത് സാറിന്റെ ആഗ്രഹപ്രകാരം തന്നെ നമ്മൾ അതായിരിക്കുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വച്ചത്. പിന്നെ ഇതില്ല പിന്നെ എല്ലാം വേറെ ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് ഞാൻ ഇന്നലെയൊക്കെയാണ് 2-3 ഡേറ്റുകളായി ഞങ്ങളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെയാണ് നമ്മള് പഞ്ചായത്ത് പ്രസിഡന്റിനോട് കഴിഞ്ഞ ദിവസമാണ് 2 തവണ മാറ്റി പറഞ്ഞിട്ട് അവരും നമ്മുടെ ഡേറ്റിനനുസരിച്ചിട്ട് പ്രോഗ്രാം മാറ്റാൻ ശരിയല്ല എന്ന് അറിയാമെങ്കിൽ കൂടെ ഒരുപാട് അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എങ്കിലും മാഡത്തിന് ഇപ്പൊ തന്നെ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു. പോകണം മാഡത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്യാപ്റ്റൻ സാർ അപ്പൊ ഇവിടെ വന്നപ്പോ പലരും ചോദിക്കുമായിരുന്നു സാർ ആദ്യകാലങ്ങളിൽ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പൊ പലരും കണ്ടിട്ടില്ല. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ഔദ്യോഗിക പദവിയിൽ ഇരുന്നതാണ്. സാറ് നേരത്തെ ഇവിടെ വരുമ്പോ കൊച്ചുകുട്ടികളോട് സാറിന്റെ ഷിപ്പിലെ കഥകളും അതുമെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. ഒരു അഡ്വഞ്ചറസ് സ്റ്റോറിയാണത് അല്ലെ, അങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നെയും സാറിന്റെ വൈഫുണ്ട് നിത്യ മാഡം, നമ്മുടെ ട്രസ്റ്റ് അംഗമാണ്. പക്ഷെ മാഡത്തിന് ആരോഗ്യസ്ഥിതി ശരിയല്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. എങ്കിലും സാർ ഇതിന് സമയം കണ്ടെത്തി ഇവിടെ വന്നതിന് സാറിനെ ഞാൻ പേരിലേക്ക് സ്വാഗതം ചെയ്യും. പിന്നെ നമ്മുടെ എത്തിയിരിക്കുന്നത് അഭയം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയിലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബ്ലഡ് ഡൊണേഷൻ, പിന്നെ ക്യാമ്പുകൾ, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പറഞ്ഞാൽ ഇവിടെ ഞാനിങ്ങനെ പ്രസംഗിക്കേണ്ടി വരും, അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാമേന്ദ്രൻ സാറാണ്. സാറിനോടും ഇതുപോലെ തന്നെ ഡേറ്റുകൾ മാറ്റി പറയുമായിരുന്നു. അപ്പൊ ഇന്നലെ വിളിച്ചു പറഞ്ഞു, പക്ഷെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ടൈം ഫിക്സ് ചെയ്തിട്ട് എന്നെയും കൂടെ അറിയിക്കാം, ഞാൻ എല്ലാവരും അറിയിച്ചോളാം. പിന്നെ അടുത്ത സാറിന്റെ തന്നെ ഫ്രണ്ടാണ്, അഭയത്തിലെ ആളാണ്. ദെൻ നേരത്തെ നമ്മുടെ മഹാത്മാ ലൈബ്രറി തൃപ്പൂണിത്തുറയിലെ അതിനകത്തെ പ്രസിഡന്റ് ആയിരുന്നു വിജയകൃഷ്ണൻ സാറും വന്നതിന് ഒരുപാട് സന്തോഷം. പിന്നെ ഇവര് രണ്ടുപേരും സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ AG's ഓഫീസിലെ അതിൽ വർക്ക് ചെയ്ത് അവിടുത്തെ പ്രവർത്തനങ്ങൾ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ AG's ഓഫീസർ ഒരു മീറ്റിംഗ് നടത്തിയെന്ന് പറഞ്ഞു തൃശ്ശൂരെങ്കിലും സാറിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കേട്ടതാ. അതിനകത്ത് ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വ്യക്തത വരും. പിന്നെ ഉള്ളത് സുരേഷും ഇതുപോലെ റോട്ടറി ക്ലബിലെ ആളാണ്, സ്വന്തമായി ബിസിനസ് ചെയ്യാണ്. നമ്മുടെ ട്രസ്റ്റിലെ അംഗമായ ഗീതയുടെ ഹസ്ബൻഡാണ്. സുരേഷും സുരേഷിനും ഗീതയ്ക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രസ്റ്റോ അല്ലെങ്കിൽ ഔദ്യോഗികമല്ല, പേഴ്സണലായിട്ട് സാറിനോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരാണ്. റോട്ടറിയുടെയും ആൾക്കാരാണ്. സാറ് എന്തുണ്ടെങ്കിലും അഭയത്തിലാണെങ്കിൽ സാർ അവിടെ മെമ്പറാണ്, റോട്ടറി ആണെങ്കിൽ റോട്ടറി മെമ്പറാണ്, ഇവിടെ ഓൾഡ് ഏജ് ഹോമുണ്ടെങ്കിൽ സാർ അവിടെ മെമ്പറാണ്. എന്തിലാ ഇല്ലാത്തതെന്നുള്ളത് ആണ് ചെല്ലേണ്ടത്. പിന്നെ എന്തിൽ ചെന്നാലും അവിടെ ഉള്ളവരെ എല്ലാം എൻകറേജ് ചെയ്തിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയാക്കുക, അതാണ് സാറിന്റെ ഒരു ഇത്. അപ്പൊ പിന്നെ ആർക്കും സാറിനെ മറക്കാൻ പറ്റില്ല. അപ്പൊ സുരേഷിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഇത് രമേശൻ സാറ് ഞങ്ങളുടെ ഇപ്പൊ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്.
പക്ഷെ സാർ ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം വേറെ ജോലിക്ക് പോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് PSC കോച്ചിങ്, സാറിന് നമ്മുടെ കുട്ടികൾക്ക് എന്താ ചെയ്യട്ടെ എന്നുള്ളത് ചെയ്യാനായിട്ട് സാറ് ജോലി 2 ദിവസം ജോയിൻ ചെയ്തിട്ട് അവിടെ ലീവ് പറഞ്ഞിട്ട് ആദ്യമേ തന്നെ അതിൽ ചെയ്തില്ല. നമ്മൾക്ക് വേണ്ടി ഇവിടെ അടുത്ത് തന്നെയാണ് സാർ താമസിക്കുന്നത്. സാറ് ഞങ്ങൾക്ക് ചെയ്തു തരാണ്. രമേശൻ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ വൈഫ് ഉണ്ട് മായ മാഡം. മായ മാഡം നമ്മുടെ ട്രസ്റ്റിലെ പഴയുള്ള ആൾക്കാർ കുറെ പേര് പോയി. അപ്പൊ അപ്പോ ഓക്കെ, സാറിന്റെ വൈഫാണ് ഇപ്പൊ ട്രസ്റ്റിലുണ്ട്. ഇപ്പൊ എഴുന്നേറ്റ് IT പാർക്ക് തോമസ് EX. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സാറ് ചെറുതിലെ ഇവിടെ EXR ഇവിടെ ഉള്ളപ്പോ ചെറുപ്രായത്തിലെ സാറുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരിവിടെ പുതിയ സ്കൂളില് ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ സാറിനെ കുറിച്ച് ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ ഫേസ്ബുക്കിലും അവിടെയൊക്കെ വലിയൊരു ആർട്ടിക്കിള്, ഒരു 2 A4 സൈസിലൊക്കെ ഉള്ളാത്ത ആർട്ടിക്കിൾ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ സാറുമായിട്ട് ഭയങ്കര ഇഷ്ടവും അടുപ്പവും ഉള്ള ആളാണ് തോമസ് സാറിനെ. പക്ഷെ ഇത്തിരി സംസാരിക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ മെമ്പർ ഞാൻ പറഞ്ഞു അധ്യക്ഷ സാറ് ഞാൻ എടുത്തു, അത് കുഴപ്പമില്ല. ഇവിടെ പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ഞങ്ങളുടെ ലൈബ്രറിയുടെ ചീഫ് പാറ്ററാണെങ്കിലും അതിൽ കൂടെയും ഇതുപോലെ എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അടുത്ത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സിസ്റ്റർ ജോളി, ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളാണ് സ്റ്റെല്ല മേരീസ് സ്കൂളിലെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളോട് ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് സന്ധ്യക്ക് പക്ഷെ ആരോട് എന്ത് പറഞ്ഞാലും ആദ്യ സമയമോ ഞാൻ പറഞ്ഞതിന്റെ വൈകിട്ടോ ഒന്നുമല്ല, സാറിന്റെ ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി വരും. ഇതാണ് ഞാൻ എല്ലാവരിൽ നിന്നും കേട്ട ഒരു റെസ്പോൺസ്. അപ്പൊ തന്നെ നമുക്കറിയാം സാറിനോട് എല്ലാവർക്കും ഉള്ള എന്താ ഇഷ്ടവും ഇതും. പിന്നെ ഇത് വത്സല ചേച്ചി നമ്മുടെ ഓളിനോളായിട്ടുള്ള ഇതാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ട്. തയ്യൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വത്സല ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ എടുത്തത്. അവർക്ക് ഇന്ന് SNDPയുടെ എന്തോ വലിയ ശ്രീനാരായണ ഗുരുവിന്റെ പ്രോഗ്രാം ഉണ്ട്, അതിപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ സാറിന്റെ ഇതിന്ന് ഫിക്സ് ചെയ്ത കാരണം ഇവിടെ അതിലും പറഞ്ഞു വെച്ച് ഇവിടെ ഇന്നലെ വന്ന് കിടന്ന് കരച്ചിലെന്ന് പോലെ ബഹളമായിരുന്നു. എനിക്ക് ഇതിലും പങ്കെടുക്കണം അതിലും പങ്കെടുക്കണം. ജസ്റ്റ് ഇത് കഴിയുമ്പോൾ പോകാനിരിക്കുകയാണ്. വത്സലേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ നമ്മുടെ ലൈബ്രറിയിൽ വരുന്ന ആൾക്കാരാണ് അത് സ്ഥിരം. ജോർജ് സാറ്, ജോണി സാറ്, ജിസ്മോൻ, ഇവരൊക്കെ ലൈബ്രറിയിലെ ആൾക്കാരാണ്. അവരൊക്കെ ബുക്സ് എടുക്കാൻ വരും. സാറിന്റെ ഇത് കേട്ടിട്ട് സാറ് പക്ഷെ ഇവിടെ വന്നാലും ഇവിടെ ചുറ്റിലുള്ളവരോട് ചെന്ന് വർത്താനം പറഞ്ഞിട്ടേ പോകുള്ളൂ. അങ്ങനെ പരിചയവുമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. പിന്നെ നമ്മുടെ വയോജനങ്ങളുടെ ഇതിനെ റെപ്രസെന്റ് ചെയ്ത് കുറച്ച് പേര് വന്നിട്ടുണ്ട്. എങ്കിലും ആരെങ്കിലും പിന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞാൽ അതറിയാം, അദ്ദേഹം ഒരു ചിത്രകാരനും കൂടിയാണ്. ഒരു വരയ്ക്കാൻ കഴിവുള്ളതാണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ്. സാറിന്റെ രാവിലെ നടക്കാൻ എന്തൊക്കെയോ അങ്ങനെ കുറെ പ്രവർത്തനങ്ങളുണ്ട്. എന്നാലും സിദ്ധാർത്ഥനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നിഷാദ് ഇവിടെ അടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ്. നിഷാദൻ അവരൊക്കെ വന്ന് സ്പെഷ്യൽ ഒരുപാട് തിരക്കുള്ളവരാണ്. പക്ഷെ ഇതിന് വന്നതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നത്. ബാക്കി വന്നേക്കുന്ന എല്ലാവർക്കും, സ്റ്റാഫിനും നമ്മുടെ ടീച്ചർ എല്ലാവരും അവരുടെ ആരോഗ്യസ്ഥിതികൾ മാറ്റിവെച്ചാണ് ഇതിലേക്ക് പങ്കെടുക്കുന്നത്. എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ മെമ്പർ ശ്രീമതി സ്വാമിനി മാഡത്തെ ക്ഷണിക്കുന്നു. ബഹുമാനിയായ നമ്മുടെ ഇന്നത്തെ ഈ ഓർമ്മ നമുക്കൊരു അനുമോദന ചടങ്ങാണെങ്കിലും അതിനും ഒരു ഉദ്ഘാടനം വേണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രഥമ വനിതയായ സജിത മുരളി, അതുപോലെ എല്ലാവരും ഒറ്റയടിക്ക് അങ്ങ് പറയുക. കാരണം എല്ലാവർക്കും 1-2 വാക്കുകൾ പറയാൻ ആഗ്രഹിച്ചവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും VIP-കളായിട്ടുള്ളവർ ഇവിടെ വന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ അനുസ്മരണത്തിൻ്റെ അതിൻ്റെ ഒരു ദുഃഖം വേറെയാണെങ്കിലും ഞങ്ങൾക്ക് ഇത് ഒരു 40-ാം ദിവസം നടത്താനോ 41-ാമത്തെ ദിവസം നടത്താനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അപ്പോൾ നമ്മുടെ സാറിൻ്റെ പ്രിയ വ്യക്തി ഇതിന് പുറകെ എത്തും കുറച്ച് കഴിയും. അപ്പോൾ അതോടുകൂടി കൽപ്പന മേഡത്തിനെയും കൂടി ഇതിനകത്ത് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ള ഒരു പ്രോഗ്രാം ആക്കാം എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഇതിന് നീണ്ടുപോയത്. പിന്നെ അത്യാവശ്യ കാരണങ്ങളാണെങ്കിലും പല ഇതിനു വേണ്ടിയിട്ടും സെക്രട്ടറിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. സെക്രട്ടറിക്ക് പലയിടത്തേക്കും പോകേണ്ട ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം വന്ന് അതാണ് മാറ്റി വെച്ചതെന്നുള്ള ആ പോയിന്റ് വന്നത്. എനിക്കിപ്പോൾ സാറിനെ പറ്റി
കൂടുതൽ നീട്ടിപ്പറിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാം സാറിന്റെ എങ്ങനെയായിരുന്നു. സാറ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുട്ടികളെ ആയിരുന്നു. അതുപോലെ അതിനോടൊപ്പം തന്നെ പ്രായമായവർ. അതായത് ഒരു മിഡിൽ ഏജിനോടൊന്നും അത്ര താല്പര്യമില്ല. അതായത് നമ്മൾ പറയും 6-60 വരെ പോലെ. അപ്പോൾ ശിശുക്കളും പ്രായമായവരും ഒരേ നേച്ചറാണെന്ന് പറയുന്നത് പോലെ തന്നെ സാറിന് അവരോടാണ് കൂടുതൽ താല്പര്യങ്ങൾ. ശരിക്കും ശിശുക്കളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സാറ് ജനിച്ചത് ഒരു നവംബർ, നമ്മുടെ ചാച്ചാജിയുടെ, നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനവും നവംബറിലൊക്കെ കൂടി ഒരു ചാച്ചാജിയുടെ ഒരു ടച്ച് ഉണ്ടായിരുന്നു സാറിന്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം കുട്ടികൾ ഇങ്ങോട്ട് വന്നാല് കുട്ടികളെ കൊണ്ട് ചിരിപ്പിക്കുന്നു, കളിപ്പിക്കുന്നു. സമയം എത്ര നീണ്ടു പോയി കഴിഞ്ഞാലും സാറ് മതിയാവില്ല. കുട്ടികളുണ്ടെങ്കിൽ സാറ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടികളെ കുറച്ച് ഇവിടെ സ്ട്രെങ്ത് വലിയവരെയും കൂടുതൽ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടുകാരെ അവിടെ കളിപ്പിക്കാനും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനും ഒക്കെ സാറിന് പ്രത്യേക ഒരു മനസ്ഥിതിയായിരുന്നു. അതിൽ അപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ ഒരുവിധമൊക്കെ ചിലവർക്ക് കുറെ പ്രായമായവർക്ക് കുട്ടികൾ എന്ന് പറഞ്ഞ ഇറിറ്റേഷനാ. അവർ സൗണ്ട് എടുക്കുമ്പോഴും ഒക്കെ ഉള്ളൂ. ഇത് കുട്ടികളെ കൊണ്ട് ഒച്ച ചിരിപ്പിക്കുന്നു, കുട്ടികളെ കൊണ്ട് ഇങ്ങനെ അവർ തമ്മിൽ ഇടി പിടിപ്പിക്കുന്നവരെയും സാറിന് ഒരു വിനോദമായിട്ടൊക്കെ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അതായാലും സാറിന്റെ നഷ്ടങ്ങൾ, അതായത് കുറച്ചു കാലത്ത് ഇവിടുന്ന് മാറി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അത് തീരാ നഷ്ടങ്ങളായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തതിന്റെ പിന്നിൽ ഇതിന്റെ ചുറ്റുവട്ടത്ത് ഇതിനോട് ലിങ്ക് ചെയ്ത് 1-2 അല്ല ഇവിടെ സ്ഥാപനങ്ങളുള്ളത്. ഒരു യോഗ ക്ലാസ് തുടങ്ങി, ടൈലറിംഗ് ക്ലാസ് തന്നെയല്ല, PSCയുടെ കോച്ചിങ്. അതായത് രവി സാറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. PSCയുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കൂടി ഒരു ടച്ചിങ് ഉണ്ടായിരുന്നു. അതായത് സാറ് കൂടുതൽ അവരോട് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്ന ഗ്രാമറും ഒക്കെ അതെല്ലാം പ്രോത്സാഹിപ്പിക്കാനുണ്ടായ സാഹചര്യം സാറ് ഇതിന്റെ മുന്നിലുണ്ടായതുകൊണ്ടാണ്. സാറിനോടൊപ്പം തന്നെ കൽപ്പന മേഡം അതിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഒന്നും എന്ത് പറഞ്ഞാലും അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ എന്റെ കാര്യങ്ങൾ ഞാനിവിടെ ടൈലറിംഗ് ക്ലാസ്സിന് ആരംഭിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്കത് കൃഷ്ണയ്യ സാറിന്റെ പേരിടാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ ഇടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അത് കൃഷ്ണയ്യ സാറിന്റെ അതായത് സാറും കൃഷ്ണയ്യ സാറും തമ്മിൽ ഒരു ഭയങ്കര ഒരു ബന്ധമായിരുന്നു, ഒരു ആത്മീയ ബന്ധം ഉണ്ടായിരുന്നു അവര്. അപ്പൊ ഇപ്പോഴും ആ പേര് തന്നെയല്ലേ പോകുന്നത്. കൃഷ്ണയ്യ സാറിന്റെ പേരിടണം എന്ന് സാറിനോട് സൂചിപ്പിച്ചത് ഞാനാണ്. അതുപോലെ തന്നെ തയ്യൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന്റെ ഉടനെ പറയും അത് സൗകര്യമാണ് ആ പേര് നിർദ്ദേശിച്ചത് എടുത്തു പറയും. അപ്പൊ ഞാൻ ആലോചിക്കുന്ന നല്ല ഓർമ്മയുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സാറിന് നല്ല ഒത്തിരി ഗുണങ്ങളുണ്ട്. സാറിന് നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു ലൈബ്രറി ഉണ്ടാക്കാൻ കഴിഞ്ഞത് സാറിന്റെ ഒറ്റ എടുക്കാണ്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു ലൈബ്രറി എന്നുള്ള പേരുണ്ടെങ്കിൽ പോലും നമുക്ക് പലതും പിന്നിലേക്ക്, അതായത് നമുക്കറിയാം നമ്മുടെ ബിൽഡിങ് നമ്മൾ റെന്റിനാണ്. അപ്പൊ അതിന്റെ പോരായ്മകൾ ഒത്തിരി ഉണ്ട്. നമുക്ക് അത് ഇപ്പൊ കൽപ്പന മേഡത്തിന് ശരിക്കും അത് അറിയാം. നമുക്ക് എവിടെയെങ്കിലും ഞങ്ങൾ അതിന് ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനും ഉഷയും കൂടി ഒരു 2-3 വർഷം മുമ്പ് ഞങ്ങൾ ഒരു ദിവസം മൊത്തം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 സെന്റ് 1.5 സെന്റെങ്കിലും സ്ഥലം കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലൊന്നും കിട്ടുന്നില്ല. ആരും ഫ്രീ തരില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് നമുക്ക് ഉദയപൂർ പഞ്ചായത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് നമുക്കൊട്ടും കിട്ടത്തില്ല. കാരണം ഒരു നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം ആരും ഒരു മനുഷ്യനും അത് തരാനായിട്ട് അവർക്കില്ല. ഒന്നാമത്തെ കാര്യം മാക്സിമം 50 സെന്റ് 60 സെന്റ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ പോലും അവരൊരു 1 സെന്റിന് കിട്ടുന്ന 15 ലക്ഷമൊക്കെ ആരും നമുക്കത് തരുന്നില്ലേ. എന്നാലും ഞങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലവരുടെയും തരത്തിൽ മറ്റേ ചോദിക്കുന്നുണ്ട്. ഒരു 1.5 സെന്റ് ആണെങ്കിൽ തരുമോ, ചെറിയ നിസ്സാര പൈസ തരുമോ. ഈ അടുത്ത് ഇന്നലെ പോലും ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോഴത്തേക്കും അവിടെ 2 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആ 2 സെന്റ് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ലൈബ്രറി അവിടെ ആക്കാം, ഒരു അങ്കണവാടി, 2 ഉദ്ദേശം പറഞ്ഞു. അപ്പൊ 2 ഉദ്ദേശം ആകുമ്പോഴത്തേക്ക് അവർ തരുമെന്ന് വിചാരിച്ചു. നോക്കട്ടെ വഴിക്കാവുന്ന പോയിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അത് തരില്ല എന്ന് പറയത്തില്ല. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടിയാണെങ്കിൽ അതൊരു വൻ വിജയമായിരിക്കും. നമ്മുടെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ VIP ഉള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ അതും കൂടി ഇതിന്റെ കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞത്. സാറിന് ഇനി ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് എന്നുള്ളത്. അതിന് എന്നോട് 2 പ്രാവശ്യം ഇപ്പൊ കൃഷി ഓഫീസ് വരാൻ പോകുന്ന സ്ഥലം അന്ന് തന്നെ ഞാൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു. അതൊരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം പോലീസ് സ്റ്റേഷന്റെ അവരുടെ ക്വാർട്ടേഴ്സിന് വേണ്ടി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് കൃഷി ഓഫീസിന് വേണ്ടി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും കൃഷി ഓഫീസ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളത് ഏതാണെന്ന് മനസ്സിലായോ? പഴയ ബാബു ടാക്കീസ് ഇതിന്റെ ഓപ്പോസിറ്റ് സ്ഥലം നമ്മുടെ മാങ്കായ്ക്കവലയിൽ എത്തുന്നതിന് മുമ്പ്. അതിപ്പോ കൃഷി ഓഫീസ് 1 വർഷത്തിനുള്ളിൽ അവിടെ കൃഷി ഓഫീസ് അവിടെ വരും. കൃഷി ഓഫീസിന് സ്ഥലമില്ലാതെ അവരിങ്ങനെ ഓടി നടക്കുക. നമ്മൾക്കിപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും ശ്രദ്ധയിലൊക്കെ പെടുത്തുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ വൻ വിജയമായിരിക്കും നമ്മുടെ ഈ സംരംഭം. ഒന്നും അല്ലല്ലോ ഇതിന്റെ പിന്നിലെ ലിങ്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
സാറിന് കൊടുക്കാവുന്ന നമ്മളിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു സമ്മാനം തന്നെ. സാറിന്റെ ജീവിച്ചിരുന്നപ്പോൾ സാധിക്കാഞ്ഞത് നമുക്ക് സാറിനത് സ്വർഗത്തിൽ നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ. ഇത്രയും നല്ല കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്ത് നടന്ന ഒരു വ്യക്തി ഇപ്പോഴും സ്വർഗത്തിൽ, നമ്മളെല്ലാവരും ഈശ്വരനിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പൊ അത് സാറിന്റെ ആത്മാവിന് ഒരു സന്തോഷം കൊടുക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയാകാം. അതുകൊണ്ട് നമുക്ക് ഇനിയും അങ്ങനെ ഒരു ലൈബ്രറിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായ ഒരു കെട്ടിടം വരുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സാറിന്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ എല്ലാ നല്ല ഓർമ്മകൾക്ക് അനുശോചനം പങ്കുവച്ചുകൊണ്ട് ഈ ദിനത്തിന് നമുക്ക് പ്രത്യേകം സാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ അവിടെ ഒരാളെ നൃത്തം ചെയ്യാൻ വിട്ടു മറ്റേ ID പാർക്കിലെ തോമസ് സാറിനെ എണീറ്റിരുന്നു, ബാക്കിലിരിക്കുന്ന ആളെ കണ്ടില്ല. നന്ദകുമാർ സാറിനെ ഞാൻ വിട്ടുപോയി. നമ്മുടെ ട്രസ്റ്റ് അംഗമായ രേഖ ടീച്ചറുടെ ഹസ്ബൻഡാണ് സാറ്. ഇതിലെ രമേശൻ സാറ് നന്ദകുമാർ സാറൊക്കെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ലൈബ്രറിയായിട്ട് ഇപ്പോൾ ഒരു കൂടുതൽ കണക്റ്റഡ് ആണ്. എന്ത് ഇതുണ്ടെങ്കിലും വരും, നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. സോറി സാർ ആദ്യം പറയുന്നില്ല, സാറിന് ചെയ്യും. ഉദ്ഘാടനം നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സരിത മുനീഷ്. ബഹുമാനപ്പെട്ട അധ്യക്ഷ, നമ്മുടെ സ്വാഗതം ആശംസിച്ച ശ്രീമതി ഉഷ മേനോൻ അവർ, ഈ ലൈബ്രറി സെക്രട്ടറി, അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീമതി ട്രീസ പാപ്പച്ചൻ അവർ, വേദിയിലിരിക്കുന്ന നമ്മുടെ ജോസഫ് സാറിൻ്റെ ഉറ്റ സുഹൃത്തുക്കളും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൽപ്പന മാഡം, അദ്ദേഹത്തിൻ്റെ വൈഫ് കൽപ്പന മാഡം, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതുപോലെ ഈ ലൈബ്രറിയിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിനോടൊപ്പം തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ ലൈബ്രറി നോക്കി പരിപാലിച്ചു കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ ഇവിടെ ഓരോ സംഘടനയിലും മറ്റു ഓരോ സംഘടനയിലും പ്രവർത്തിച്ച് അതോടൊപ്പം ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും